പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഇരിക്കാം. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 29, 30 വാക്യങ്ങൾ, 31 വാക്യങ്ങൾ. എല്ലാറ്റിനും മുഖ്യ കൽപ്പനയോ, ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് ആകുന്നു. രണ്ടാമത്തേതോ, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഓരോ ദിവസത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉണ്ട്, അല്ലെങ്കിൽ പ്രാധാന്യം നമ്മൾ നൽകുന്നുണ്ട്. ഈ പ്രാധാന്യം നമ്മളുടെ ജീവിതത്തെയൊക്കെ സാരമായി ബാധിക്കുന്ന കാര്യമാണ്. നമ്മളറിയാതെയോ നമ്മളുടെ മേൽ അതിൻ്റെ സ്വാധീനമില്ലാതെയോ ഇരിക്കുന്നില്ല. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് ആദ്യം ലഭിച്ച അഭിവാദനം ഹാപ്പി ഫാദേഴ്സ് ഡേ എന്നായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെയൊരു കാര്യമുണ്ട് എന്ന് എനിക്ക് ഓർമ്മ വന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ദിനത്തിന് വലിയ പ്രചാരമില്ല, എങ്കിലും ഇപ്പോൾ നമ്മുടെ നാട്ടിലത് പലരും ഉപയോഗിച്ചു വരുന്നു. ഒരു നല്ല ഓർമ്മപ്പെടുത്തലാണ്. എല്ലാ പിതാക്കന്മാരെയും ഓർക്കുന്ന ഒരു നല്ല ദിനം. അപ്പോൾ നമ്മൾ മാനസികമായും കുടുംബപരമായും ഒക്കെ പെട്ടെന്ന് നമ്മളെക്കുറിച്ച് തന്നെ, നമ്മുടെ പിതാക്കന്മാരെക്കുറിച്ചൊക്കെ നമ്മളെ ഓർക്കും. രണ്ടാമത്തെ ഒരു പ്രാധാന്യം, അത് ഇന്ന് രാവിലെ ഞാൻ ന്യൂസ് പേപ്പർ എടുത്തപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഒരുപക്ഷെ നിങ്ങൾക്ക് മുൻകൂട്ടി അറിവുണ്ടായിരിക്കും. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. അപ്പോൾ അതും നമ്മളുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. നമ്മുടെ നാട്ടിലും വിദേശത്തുമൊക്കെ യോഗയ്ക്ക് വളരെ പ്രചാരം ലഭിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. നമ്മളും അതിൽ ഏറെക്കുറെ പങ്കുകാരാണ്. നമ്മുടെ പള്ളിയിൽ പ്രായമുള്ളവർക്ക് വേണ്ടി ഒരു സംഘടനയുണ്ട്. സെക്കൻഡ് ഇന്നിങ്സ് ആണ് അതിൻ്റെ പേര്. ഇവിടെ ഇരിക്കുന്ന പലരും അതിൽ സംബന്ധിക്കുന്നവരാണ്. അതിൻ്റെ ചുമതല വഹിക്കുന്നത് ശ്രീ ഇട്ടി ബെഞ്ചമിനാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെ പ്രായമുള്ളവരെ ഒക്കെ അല്പം യോഗ പഠിപ്പിച്ചു. കുറേ സ്ട്രെച്ചിങ് എക്സസൈസ്. കാരണം പ്രായമായി വരുമ്പോൾ നമ്മളുടെ മസിൽസൊക്കെ വീക്കാവും. അതുകൊണ്ട് എക്സസൈസ് ചെയ്യണം എന്നുള്ള ഒരു ബോധവൽക്കരണവും അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള പരിശീലനവുമായി. നല്ലൊരു കാര്യം. അതല്ലാതെ അതിൻ്റെ പിന്നിലുള്ള വിശ്വാസപരമായ കാര്യമോ ആചാരപരമായ കാര്യമോ ഒന്നും അല്ല പരിഗണിക്കുന്നത്.
അത് നല്ലൊരു കാര്യം. കാരണം നമ്മളുടെ ആരോഗ്യം സൂക്ഷിക്കുവാൻ ഏറെ ആവശ്യം. ശരീരം എപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കണം, അതിനൊരു മൂവ്മെൻ്റ് ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ മസിൽസിനൊക്കെ കുഴപ്പമുണ്ടാകും. നമ്മളുടെ സഭയെ സംബന്ധിച്ച് ഇന്ന് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിനമാണ്. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ ഇന്ന് നമ്മളുടെ എലക്ഷൻ ഡേ ആണ്. അതേക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ട് എന്നെനിക്കറിയാം. നിർഭാഗ്യവശാൽ നമ്മളുടെ സഭയിൽ, ഈ ഭദ്രാസനത്തിൽ, ഈ ഡയസിസിൽ മാത്രമല്ല, മിക്കവാറും എല്ലായിടത്തും ഇന്ന് എലക്ഷൻ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ്. ഞാൻ 2 ദിവസം മുമ്പ് ഒരു പള്ളിയിൽ പോയി. അപ്പോൾ അവിടെ എലക്ഷന് വേണ്ടി പല പാനലുകളുണ്ട്. അപ്പോൾ ഓരോ പാനലും വളരെ ശക്തമായി ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാനൽ ഫ്ലെക്സ് അടിച്ചിട്ടുണ്ട്, കൈക്കാരനായിട്ട് തോമാച്ചനെ എലക്ട് ചെയ്യണം. വേറൊരു പാനൽ ഓഫർ ചെയ്തിരിക്കുകയാണ്, ഞങ്ങളുടെ പാനലിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പള്ളിയിലെ 3 പാവപ്പെട്ടവർക്ക് 3 വീട് വെച്ചു കൊടുക്കും. അതിനെതിരായിട്ട് അടുത്ത പാനൽ പറഞ്ഞു, ഞങ്ങൾ ഒരു ബിൽഡിംഗ് കോംപ്ലക്സ് പണിത് സഭയ്ക്ക് വരുമാനം കൂട്ടും. ഇങ്ങനെ എത്രയെത്ര ഓഫറുകളാണ്. പിന്നെ ചെറുതുമായിട്ടുള്ള ഓഫറുകളുണ്ട്. ചിലർ പറഞ്ഞു, ഞങ്ങളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എല്ലാ ഞായറാഴ്ചയും ചായയും പഴംപൊരിയും തരും. പലതരത്തിലുള്ള ഓഫറാണ്. നിർഭാഗ്യവശാൽ നമ്മളുടെ ഈ എലക്ഷൻ ഒക്കെ ഇങ്ങനെ പല ഗ്രൂപ്പുകളായി രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടാണ് പോകുന്നത്. നമ്മളുമൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഏതെങ്കിലുമൊക്കെ വിഭാഗത്തിൽപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. അങ്ങനെ ആയിപ്പോയി. അതിൽ നിന്ന് ഇനി എന്നൊരു മോചനം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ അറിഞ്ഞിടത്തോളം നമ്മുടെ ഈ പള്ളിയിൽ മത്സരിക്കാൻ തന്നെ ആളില്ല എന്നാണ് കേട്ടത്. അതും നല്ലൊരു കാര്യമല്ല. കാരണം സഭയിലെ ശുശ്രൂഷയ്ക്കായിട്ട്, സേവനത്തിനായിട്ട് ആളുകൾ മുമ്പോട്ട് വരും. ഏതായിരുന്നാലും പുതുതായി തിരഞ്ഞെടുക്കപ്പെടുവാൻ പോകുന്ന നമ്മുടെ സഭയിലെ കമ്മിറ്റി അംഗങ്ങൾക്ക് എല്ലാ അഭിവാദനങ്ങളും ഞാൻ അറിയിക്കും. മൂന്നാമത്തെ കാര്യം, ഇന്നത്തെ നമ്മളുടെ പ്രധാനപ്പെട്ട ധ്യാന വിഷയം അത് ആരാധനയാണ്. ഞാൻ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോയപ്പോൾ ആരാധനയുമായിട്ടിതിന് ബന്ധമുണ്ട്, ഉണ്ടാവണം എന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിൽ പോയത്. അതെങ്ങനെയാണ് എന്നൊന്ന് പറയാൻ ചെറിയ സമയം കൊണ്ട് ശ്രമിക്കാം. 2 ദിവസം മുമ്പ് നമ്മളെല്ലാവരും വായനാ ദിനം ആഘോഷിച്ചു. നിങ്ങളെല്ലാവരും ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ വായിക്കുന്നവരാണെന്ന് ഞാൻ കരുതുന്നു. ഇല്ലെങ്കിൽ വായിക്കണം. അപ്പോൾ ഞാൻ വായനാ ദിനത്തിൽ പോയത്, ഞാൻ പഠിച്ച സ്കൂളിലെ SC സെമിനാറിൽ സ്കൂളിലെ കുട്ടികളോടൊത്ത് കുറേയേറെ സമയം ചെലവഴിച്ചു. വളരെ സന്തോഷം. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ അവരെ പറഞ്ഞു കൊടുക്കും. കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയൊക്കെ ചൊല്ലി വായിച്ച് വളരണം എന്നൊക്കെ കുട്ടികൾ പറഞ്ഞു. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് ഓർപ്പിച്ചു.
വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്നൊക്കെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് കുട്ടികളെ വീണ്ടും ഓർപ്പിച്ചു. വായിക്കുന്ന ഒരു പതിവ് ശൈലി നമുക്കുണ്ടാവണം. അതിപ്പോൾ കുറഞ്ഞു വരുന്നൊരു കാലമാണ്. പ്രത്യേകിച്ച് ഈ നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് പലതും വായിക്കേണ്ട കാര്യമില്ല. ഒരു 100-300 പേജുള്ള ഒരു പുസ്തകം, അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയണമെങ്കിൽ വായിക്കണമെന്നില്ല. നിങ്ങളുടെ ലാപ്ടോപ്പിലോ മൊബൈലിലോ ആ പുസ്തകത്തിൻ്റെ പേരും അതിൻ്റെ ഗ്രന്ഥകർത്താവിൻ്റെ പേരും എഴുതി ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ AI ആ പുസ്തകത്തിൻ്റെ ചുരുക്കം പറഞ്ഞു തരും. വായിക്കാതെ ഉള്ളടക്കം അറിയാൻ കഴിയുന്ന ഒരു കാലമാണ്. അത് ദോഷമാണ്. എന്നിരുന്നാലും ആ സാങ്കേതികവിദ്യ അങ്ങനെ വളർന്നതുകൊണ്ട് അങ്ങനെയാണ്. ഇനി നമ്മളുടെ ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, ആത്മീയ ജീവിതം, വിശ്വാസ ജീവിതവുമായി? ഇപ്പോൾ വായനാ ദിനത്തിൽ ഏറ്റവും കൂടുതൽ ഒറ്റയടിക്ക് വായിച്ച് തീർത്തത് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശനാണെന്ന് പത്രത്തിൽ വായിച്ചു. കാരണം 1.5 മണിക്കൂർ നീണ്ടു നിന്ന ബജറ്റ് പ്രസംഗം വായിക്കുകയായിരുന്നു. നമ്മുടെ വിഷയം ആരാധനയാണല്ലോ. ഈ ആരാധനയിലെ വായനയ്ക്ക് എന്താണ് പ്രാധാന്യം? ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. പണ്ട് വേദപുസ്തകം ലഭ്യമല്ലാതിരുന്നൊരു കാലമുണ്ടായിരുന്നു, അതിൻ്റെ കോപ്പികൾ ഇന്നത്തെ പോലെ. അതുകൊണ്ട് ആംഗ്ലേയ സഭ ഇവിടെ വന്ന് വേദപുസ്തകം ജനങ്ങളെ വായിച്ച് കേൾപ്പിക്കുവാൻ കുറേ ആളുകളെ നിയമിച്ചാക്കി. നമ്മളവരെ ഉപദേശിമാരെന്ന് വിളിക്കും. പക്ഷേ ആംഗ്ലിക്കൻ സഭ അവർക്ക് കൊടുത്ത പേര് റീഡേഴ്സ് എന്നാണ്. ഇപ്പോഴും ആ പദമാണ് ഉപയോഗിക്കുന്നത്, റീഡേഴ്സ് എന്ന് പറഞ്ഞാൽ സഭ കൂടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമതലയാണ് ബൈബിള് ഉറക്കെ വായിക്കുക എന്നുള്ളത്. അപ്പോൾ ആരാധനയുടെ ഒരു ഭാഗമാണ് ബൈബിൾ വായന. അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് നിയോഗിക്കപ്പെട്ട ആളുകൾ, റീഡേഴ്സ് അല്ലെങ്കിൽ ഉപദേശിമാർ. ഇപ്പോൾ എല്ലാവരുടെയും ബൈബിളുണ്ട്. എന്നാൽ നമ്മൾ ആരാധനയിലും ബൈബിൾ വായിക്കും. നമ്മൾ സാധാരണ 3 വേദഭാഗങ്ങളാണ് വായിക്കുന്നത്. പഴയ നിയമത്തിൽ നിന്ന് വായിക്കും, ലേഖനത്തിൽ നിന്ന് വായിക്കും, സുവിശേഷത്തിൽ നിന്ന് വായിക്കും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് ഈ 3 വേദഭാഗങ്ങളിൽ നിന്നും ആരാധനയിൽ വായിക്കുന്നത്? ഇത് പ്രത്യേകിച്ച് ആംഗ്ലിക്കൻ പശ്ചാത്തലത്തിൽ ഉള്ള ഒരു കാര്യം കൂടെയാണ്. എല്ലാ ആരാധനയിലും പഴയ നിയമം വായിക്കും, ലേഖനം വായിക്കും, സുവിശേഷം വായിക്കും, അല്ലെങ്കിൽ വായിക്കണം. അതാണ് നമ്മളുടെ പാരമ്പര്യവും നമ്മുടെ ഉപദേശവും. എന്തുകൊണ്ട് വായിക്കുന്നു എന്ന് ചോദിച്ചാൽ, പഴയ നിയമം വായിക്കുന്നത് നമ്മൾ വലിയൊരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ സൃഷ്ടി മുതലുള്ള ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ. ആ രക്ഷാചരിത്രത്തിൻ്റെ ഭാഗവുമായി നമ്മളെ ബന്ധിപ്പിക്കുകയാണ് ഓരോ പ്രാവശ്യവും പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ. എന്ന് പറഞ്ഞാൽ വി ആർ പാർട്ട് ഓഫ് ദ ഹിസ്റ്ററി ഓഫ് സാൽവേഷൻ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മോശയെക്കുറിച്ചുള്ളതും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്, ഈ സങ്കീർത്തനം വായിക്കുന്നത്, സങ്കീർത്തനം ഒരു വേദഭാഗമായിട്ട്
ആരാധനയിൽ കരുതപ്പെടുക, അതൊരു പാട്ടായിട്ടാണ് കരുതപ്പെടുന്നത്. എന്നാൽ ലേഖനം വായിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ലേഖനം വായിക്കുക അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അന്നത്തെ കാലത്ത് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ നിന്ന് വിപരീതമായി ഒരുപാട് ദുരുപദേശങ്ങൾ ആദിമസഭയിൽ പെരുകിയിരുന്നു. ആ ഉപദേശങ്ങൾ പിൽക്കാലത്തും ചില ആളുകൾ കൊണ്ടു നടന്നു. എന്നാൽ സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം, അപ്പോസ്തോലിക് ടീച്ചിങ്സ് വളരെ പ്രധാനമാണ്. നമ്മുടെ ഫെയ്ത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിൾ, അതിലെ അപ്പോസ്തലന്മാരുടെ ടീച്ചിങ്സ്. ഇത് നമ്മൾ ഓർക്കാറില്ല. എന്നാൽ പൗരസ്ത്യ സഭകൾ, ഓർത്തഡോക്സ് സഭയും മാർത്തോമാ സഭയും തുടങ്ങിയ പൗരസ്ത്യ സഭകൾ ഓരോ ആരാധനയിൽ ഇത് ഓർമ്മപ്പെടുത്തും. അവരുടെ പ്രസിദ്ധമായിട്ടുള്ളൊരു ചാൻറ്റിങ് ഉണ്ട്, ഒരു പാട്ടുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന മറ്റ് മാർത്തോമാ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ നിന്ന് വന്നിട്ടുള്ളവർ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. പൗലോസ് ശ്ലീഹ ഭാഗ്യവാൻ ചൊല്ലിയിടുന്നു, നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴിച്ച് മറ്റൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആ ദൂതൻ താനേൽക്കും സഭയിൽ ശാപം. പലതരം ഉപദേശങ്ങളഹോ പാരിൽ മുളച്ച് പൊന്തുന്നു. ദൈവത്തിന് ഉപദേശം അവസാനിപ്പോൻ ധന്യൻ. നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴിച്ച് മറ്റാരും എന്ന് പറഞ്ഞാലും അത് നിങ്ങൾ സ്വീകരിക്കരുത്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അപ്പോസ്തോലിക് ടീച്ചിങ്ങാണ്, അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്. ഈ കാലത്തും അത് വളരെ പ്രസക്തമാണ്. ആരാധനയിലും മറ്റുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് വിപരീതമായിട്ട് എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന് വിപരീതമായി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നിശ്ചയമായും ആരാധനയിൽ ലേഖനം വായിക്കണമെന്ന് പറയുന്നത്. അത് ഓർമ്മപ്പെടുത്തലാണ് പഴയ നിയമം വായിക്കുന്നവർ. സുവിശേഷം വളരെ നമ്മുടെ കർത്താവിൻ്റെ ജീവിത ഉപദേശമാണ്. ദൈവം എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചതെന്നുള്ളത് ആ കർത്താവിൻ്റെ ജീവിതത്തിലൂടെ, വാക്കുകളിലൂടെ നമ്മൾ കേട്ട് മനസ്സിലാക്കുകയാണ്. അപ്പോൾ സുവിശേഷ വായനയില്ലാതെ ക്രൈസ്തവർക്ക് ഒരു ആരാധനയില്ല. ഗോസ്പൽ, സത്യസുവിശേഷം. അതുകൊണ്ട് എല്ലാ ആരാധനയിലും ഈ 3 ഭാഗങ്ങളും നമ്മൾ വായിക്കും. ഞാനിത് ഇപ്പോൾ പറയാനായിട്ടുള്ള കാരണം ഈ ആരാധന എന്നുള്ള വിഷയത്തോടും ഈ വായനാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചിന്തിച്ചപ്പോൾ ഇത് വളരെ ആരാധനയെ സംബന്ധിച്ച് വളരെ പ്രസക്തമാണ്. വേദപുസ്തകം നമ്മളുടെ ആത്മീയ യാത്രയിൽ നമുക്കെപ്പോഴും ഒരു സഹായകരമായി നിൽക്കും. ആരാധനയെക്കുറിച്ച് ഇന്ന് വായിച്ച വേദഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ ഇതിനോട് പറഞ്ഞതിനോട് ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ആരാധന അല്ലെങ്കിൽ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങളും ഞാനും അർത്ഥമാക്കുന്നത് എന്താണ്? ആരാധന, വർഷിപ്പ് ഒരു വളരെ വളരെ വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്നൊരു പദമാണ്. വളരെ ബ്രോഡ് മീനിങ് അതിലുണ്ട്. അത് നമ്മളുടെ പാട്ടിലോ നമ്മളുടെ പ്രാർത്ഥനയിലോ നമ്മളുടെ കൂട്ടായ്മയിലോ ഒന്നും അതിൽ മാത്രം പരിമിതപ്പെടുത്തുന്ന ഒന്നല്ല. അതിൽ
കർത്താവിനായി നമ്മൾ ചെയ്യുന്നതെല്ലാം ആരാധനയുടെ ഭാഗമാണ് എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു വേദവാക്യം, നിങ്ങൾക്കെല്ലാം പരിചിതമായിട്ടുള്ള ഒരു വേദവാക്യമാണ്. അത് വിശുദ്ധ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെയും ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അപ്പോൾ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ പാട്ടും പ്രാർത്ഥനയും തോടൊപ്പം നമ്മളെ തന്നെ ദൈവത്തിനായി സമർപ്പിക്കുന്ന ഒന്നുകൂടെയാണ്. ഓഫറിങ് യുവർ സെൽഫ്. നമ്മൾ പള്ളിയിലെ കാണിക്കയിടും, എന്നാൽ കാണിക്കയോടൊപ്പം നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗവും അതിനോട് ചേർന്ന് പോകുന്നു. നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മുടെ ബന്ധം, നമ്മളുടെ ജീവിതത്തിലെ മറ്റ് ഉത്തരവാദിത്തങ്ങൾ, അതെല്ലാം ഒരു ആരാധനയായിട്ട് മാറും. എപ്പോഴാണ് അതെല്ലാം ചെയ്യുന്നത്? ദൈവത്തിനു വേണ്ടി ചെയ്യുമ്പോൾ. അത് പൗലോസ് അപ്പോസ്തലൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. കൊലോസ്യർ ലേഖനം 3-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്താലും അത് കർത്താവിന് വേണ്ടി ചെയ്യുവിൻ. എന്ത് ചെയ്താലും. നമ്മൾ പറമ്പിൽ പണിയെടുക്കുകയാണ്, അല്ലെ അമ്മച്ചിമാർ അടുക്കളയിൽ പാചകം ചെയ്യുകയാണ്, അല്ലെ ഏറെ എന്തെങ്കിലും ജോലി ചെയ്യുകയാണ്, അല്ലെ ഒരു അധ്യാപകൻ ആയിട്ട് ജോലി ചെയ്യുകയാണ്. എന്ത് ചെയ്താലും അത് കർത്താവിനെന്നവണ്ണം ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? അതൊരാരാധനയായിട്ട് മാറും. ഇത് വളരെ ശക്തമായി വേദോസം നമ്മെ ഓർപ്പിക്കുന്നതാണ്. അപ്പം നമ്മൾ വിചാരിക്കും എല്ലാ ഞായറാഴ്ചയും പള്ളി വന്ന് പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് മാത്രമാണ് ആരാധന എന്ന് ഒരു പക്ഷേ നമ്മൾ ആരാധനയ്ക്കൊരു ലിമിറ്റ് വെച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന ജോലികളും പള്ളിയിലൊക്കെ നമ്മൾ വന്ന് ആരാധനയിൽ പങ്കുചേരുന്നതും ഒന്നല്ല, ഒന്നിനു പകരമാവില്ല മറ്റൊന്ന്. വളരെ പ്രധാനമാണ് ആരാധനയിൽ വന്ന് ഈ ഒന്നിച്ചുള്ള കൂട്ടായ്മ, ആരാധന, കോർപ്പറേറ്റ് വർഷിപ്പ്, നമ്മളുടെ കൂദാശകൾ, വിശുദ്ധ സംസർഗത്തിൽ പങ്കുചേരുന്നത്, ഇതെല്ലാം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് വായിച്ച വേദഭാഗത്ത് അപ്പോസ്തല പ്രവൃത്തികൾ ആദിമസഭ ചെയ്തത്, അവർ ഒരുമിച്ച് കൂടിയിരുന്നു, പാട്ടുകൾ പാടി, ദൈവത്തിൻ്റെ ഉപദേശം, ദൈവവചനം കേട്ടു, അപ്പം നുറുക്കി, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. ഇതൊക്കെ അവർ ആദിമസഭ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം തുടർന്നുള്ള അധ്യായത്തിലൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഏത് ജോലി ചെയ്താലും അത് ആരാധന എന്ന് പറയരുത്. ഏത് കാര്യമാണോ ദൈവത്തിനു വേണ്ടി ചെയ്യുന്നത് അതാണ് ആരാധന. അതായത് യുവർ വർക്ക് ക്യാൻ ബി ആൻ എക്സ്പ്രഷൻ ഓഫ് വർഷിപ്പ് ഓർ നോട്ട് ആൻ എക്സ്പ്രഷൻ ഓഫ് വർഷിപ്പ്. ബോധിച്ചതുപോലെ എന്തും കാര്യം ചെയ്യുക, അത് ആരാധനയല്ല. നിങ്ങൾ കർത്താവിനെന്നവണ്ണം ചെയ്യുമ്പോൾ അത് ആരാധനയായിട്ട് മാറും. പ്രസിദ്ധമായിട്ട് ഇലസ്ട്രേഷൻ ഉണ്ടല്ലോ. ഒരു മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവിടെ വലിയൊരു കെട്ടിടം പണിയുന്നു. അപ്പോൾ അവിടെ ഒരു പണിക്കാരനോട് ചോദിച്ചു, നീ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ജോലിയാണ്, ഇതുകൊണ്ടാണ് എൻ്റെ വീട് പുലർത്തുന്നത്. വേറൊരാളോട് ചോദിച്ചു, നീ എന്താ ചെയ്യുന്നത്? ഞാൻ ഈ മുറി പണിയാണ്, എൻ്റെ കുടുംബത്തെ പുലർത്താനുള്ള വരുമാനം എനിക്ക് കിട്ടും. അപ്പം വേറൊരാളോട് ചോദിച്ചു, നീ എന്താ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കത്തീഡ്രൽ പണിയാണ്, ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു വലിയ പള്ളി പണിയാണ്, കത്തീഡ്രൽ പണിയാണ്. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും എന്തുകൊണ്ടത് ചെയ്യുന്നു, എന്തിനു വേണ്ടി ചെയ്യുന്നു, ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്തയാണ്
അതിനെ ആരാധനയായിട്ട് മാറ്റുന്നു. ഞാനൊരു പണിയുന്നത് കത്തീഡ്രലിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അവൻ്റെ ആ കല്ല് കൊത്തുന്നതും കുമ്മായം വിടുന്നതും ഒക്കെ ഒരു ആരാധനയായി മാറുകയാണ്. അപ്പോൾ നന്മ പ്രവൃത്തികൾ ചെയ്യുന്നത് ആരാധനയായി മാറും, പള്ളിയിൽ വരുന്നതും ആരാധന. യേശു കർത്താവിന് രണ്ടും ഉണ്ടായിരുന്നല്ലോ. ഇവിടെ നമ്മൾ ഈ ചർച്ച് കമ്മിറ്റിയുടെ ഇലക്ഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. നമ്മൾ പള്ളിയിലെ കമ്മിറ്റിയിലെ ഭരണസമിതി നമ്മൾ കയറുമ്പോൾ എന്തിനു വേണ്ടിയാണ് അതിൽ കയറുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഒരു ആലങ്കാരിക സ്ഥാനം എന്നതിൽ അപ്പുറമായി കർത്താവിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ആ ഒരു തിരിച്ചറിവാണ് വളരെ പ്രധാനം. അതുകൊണ്ട് ആരാധനയുടെ ഒരു രണ്ടാം ഭാഗം എന്ന് പറയുന്നത് ശുശ്രൂഷ ചെയ്യുന്നത് കർത്താവിന് വേണ്ടി ചെയ്യുകയാണ്. അത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ കർത്താവ് ഓർപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ചെറിയ ഒരാളിന് ചെയ്യുന്നത് എനിക്കാണ് ചെയ്യുന്നത്. ആരാധനയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾ കർത്താവിങ്കിലേക്ക് ഉയർത്തുകയാണ്. അപ്പോൾ കർത്താവ് പറയാണ്, ഈ ഒരു ചെറിയവനെ സഹായിക്കുന്നത് ആ സ്തുതി സ്തോത്രം എന്നിലേക്ക് ഉയർത്തുന്നതിന് തുല്യമാണ്. അപ്പോൾ നല്ല മനസ്സലിവുള്ളവരായി, കരുണയുള്ളവരായി, സ്നേഹമുള്ളവരായി ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത് ആരാധനയാണ്. അതുകൊണ്ടാണ് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നു രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു കവിത, ഗീതാഞ്ജലിയിലെ ഒരു ഭാഗമാണ്. ഒരുപക്ഷെ അക്കാലത്ത് പഠിച്ചിരുന്നവർ ഓർക്കുന്നുണ്ട്, അല്ലെങ്കിൽ വായിച്ചവരെ ഓർക്കുന്നുണ്ടായിരിക്കും. ലീവ് ദിസ് സ്റ്റാൻഡിങ് ആൻഡ് സിംഗിങ് ആൻഡ് ടില്ലിങ് ഓഫ് ദ ലാൻഡ്. അദ്ദേഹം അലങ്കാരികമായിട്ട് പറയാം, ഗോഡ് ഈസ് നോട്ട് ഇൻ ദ ടെമ്പിൾ, ഈസ് വിത്ത് ദ മാൻ ഹു ടിൽസ് ദ ലാൻഡ്. നന്മ ചെയ്യണം. ഈ ഒരു ഇരുണ്ട മുറിയിലിരുന്ന് ദൈവത്തെ ആരാധിക്കേണ്ട എന്നല്ല പറയുന്നത്. ഗോഡ് ഈസ് ഓൾസോ വിത്ത് ദ പേഴ്സൺ ഹു ഈസ് ടില്ലിങ് ദ ലാൻഡ്. ഭൂമി ഉഴുകുന്ന ആളുകൾ, ജോലി ചെയ്യുന്ന ആളുകളുടെ കർത്താവാണ്. വളരെ മനോഹരമായൊരു കവിതയാണ് ഗീതാഞ്ജലി. അതിനാണല്ലോ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത്. അപ്പോൾ ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്, രണ്ടും അന്യോന്യം ബന്ധപ്പെട്ടതാണ്. അതാണ് ഇന്നത്തെ സുവിശേഷം. എല്ലാം സംക്ഷിപ്തമായി കേന്ദ്രീകരിച്ച് നമ്മൾ സുവിശേഷത്തിൽ വരികയാണ്. കർത്താവിനോട് ചോദിച്ചു, ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? അത് 2 ഭാഗമായിട്ട് പറഞ്ഞു. കർത്താവ് പറഞ്ഞ എന്താണ്? ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം. അതുപോലെ നിൻ്റെ സഹോദരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഒന്നിൽ നിന്നാണ് ഒന്ന് പുറപ്പെടുന്നത്. ആദ്യത്തെ ഭാഗമായിട്ടൊന്നില്ല, രണ്ടാമത്തെ ഭാഗമായിട്ടൊന്നില്ല. ഇത് രണ്ടും ഒന്നാണ്. അതുകൊണ്ട് ആരാധന എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വന്ദിക്കുകയും ചെയ്യുന്ന ഒപ്പം നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കും. ഇത് തമ്മിലൊരു ബാലൻസ് ഉണ്ടാവും. ചില ആളുകൾ വിചാരിക്കും പള്ളിയിൽ മുടങ്ങാതെ വരുന്നത് മാത്രമാണ് ആരാധന. ഒരുപക്ഷെ അങ്ങനെ മാത്രം ചെയ്യുന്ന പല ആളുകളുണ്ടാവാം. മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നവർ, ആരാധനയിൽ പങ്കെടുക്കുന്നവർ, പള്ളിയുടെ ആവശ്യത്തിന് കൊടുക്കും, അങ്ങനെ ധാരാളം ആളുകളുണ്ട്. എന്നാൽ ഓണസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നവർ, മറ്റുള്ളവരെ സഹായിക്കുന്നവർ, ശുശ്രൂഷ ചെയ്യുന്നവർ, നീതിക്ക് വേണ്ടി പോരാടുന്നവർ, നന്മയ്ക്കായിട്ട് നന്മ ചെയ്യുന്നു, അതെല്ലാം ഈ ആരാധനയുടെ ഭാഗമാണ്. അതുകൊണ്ട് പ്രഭാതത്തിൽ ഈ നമ്മളിന്ന് വായിച്ച സുവിശേഷ വേദഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ പഴയ നിയമത്തിൽ യെശയ്യാപ്രവാചകൻ കണ്ട ദർശനത്തിൽ പറയുന്നുണ്ട്, അവസാനം വായിച്ച് അവസാനിപ്പിക്കുന്ന ആര് പോവും?
യഹോവേ നീ പരിശുദ്ധനാണ്. പിന്നെ അടുത്ത ചോദ്യം എന്താണ്? ആരെനിക്ക് വേണ്ടി പോവും? ഒന്നിൽ നിന്ന് ഉണ്ടാവണം. ഒരു ഭാഗം മാത്രമല്ല ഉണ്ടാവണം. അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചു നോക്കൂ, 2-ാമത്തെ അധ്യായം. അവിടെ പറയുന്നുണ്ട്, അവരുടെ ഇടയിൽ മുട്ടുള്ളവൻ ആരും ഉണ്ടായിരുന്നില്ല. അവർ വേദപുസ്തകം വായിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥിച്ചു, പക്ഷെ അവരുടെ ഇടയിൽ മുട്ടുള്ളവൻ ആരും ഉണ്ടായിരുന്നില്ല. ഒന്നിൽ നിന്ന്, വൺ ഫോളോസ് ഫ്രം ദി അതർ. അപ്പോൾ ആരാധന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മളിലൂടെ നിറവേറണം. അത് ആണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർപ്പിക്കുന്നത്. നിൻ്റെ ദൈവമായ യഹോവയെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും നിൻ്റെ സഹോദരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുകയും ചെയ്യുക. അങ്ങനെ ജീവിക്കുന്ന ദൈവത്തെ ആരാധിപ്പാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവം സകല ബഹുമാനവും മഹത്വം കാലാവസാനം കൂടെ ഉണ്ടായിരിക്കട്ടെ.